നമസ്കാരം. ഒരു കള്ളക്കേസ് എങ്ങനെ കൊടുക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായി നമ്മുടെ മന്ത്രി വീണ ജോർജിന് പരിക്ക് പറ്റിയ കേസ് മാറിയിരിക്കുകയാണ്. ഇന്ന് ആ പാവപ്പെട്ട 5 KSU പ്രവർത്തകർക്ക് ജാമ്യം കൊടുത്തിട്ടുണ്ട് കോടതി. അന്നേ പറഞ്ഞതാണ് ഇതിൽ കൊലപാതക ശ്രമം പോലെയുള്ള ഗൗരവമേറിയ വകുപ്പുകൾ നിലനിൽക്കില്ല എന്ന്. ഇന്ന് കോടതി അത് നല്ല വ്യക്തമായി ഈ ബെയിൽ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് നടന്നത് നാടകമാണെന്ന് ആധികാരികമായി പറയാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് ആധികാരികമായി പറയുന്നു, മന്ത്രി വീണ ജോർജ് അന്ന് നടത്തിയത് നല്ല അസൽ നാടകമാണ്. ഈ ബെയിൽ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. 25/2/2026 മന്ത്രിയെ ആക്രമിച്ച സംഭവം നടക്കുന്നത്. സംഭവം നടക്കുന്നത് 3/17. കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയണ്ടേ? രാത്രി 10/17. ഇത്രയും മണിക്കൂർ എന്തിനാണെന്നുള്ളതല്ലേ? ഒന്നുമില്ല, ഗൂഢാലോചന നടത്താൻ. എങ്ങനെ കേസ് ഉണ്ടാക്കണം, ആരെയൊക്കെ പ്രതി ചേർക്കണം, എങ്ങനെ അകത്താക്കണം, നാടകം എങ്ങനെ കളിക്കണം എന്നതിന്റെ വെറും റിഹേഴ്സൽ മാത്രമായിരുന്നു ഈ മണിക്കൂറുകൾ. ഇത് കോടതി ഈ സമയത്തിന്റെ വ്യത്യാസം കൃത്യമായി ബെയിൽ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിലും വിചിത്രമായ ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് മൊഴി കൊടുത്ത നമ്മുടെ മന്ത്രിയുടെ ഗൺമാനെ ഹോസ്പിറ്റലിൽ സംഭവം നടന്ന് 45 മിനിറ്റിനുള്ളിൽ പോയിട്ടുണ്ട്. അന്നേരം ഒരു വൂണ്ട് സർട്ടിഫിക്കറ്റും ഉണ്ട്. ഈ വൂണ്ട് സർട്ടിഫിക്കറ്റിൽ കാര്യമായ പരിക്കൊന്നുമില്ല. പക്ഷെ അന്നേരം വെപ്പണൊന്നും ഉപയോഗിച്ചായിട്ടൊരു കേസ് ഗൺമാൻ ഇല്ല. രാത്രി 10:15 കൊടുത്ത മൊഴിയിൽ കൃത്യമായി മാരകായുധം എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണാവോ? അതിലും വിചിത്രമുണ്ട്. നാളിതുവരെ ഈ പരിക്ക് പറ്റി കഴുത്തില് ബെൽറ്റ് വിട്ട് നടന്ന നമ്മുടെ മന്ത്രിയില്ലേ, ഇതുവരെ പോലീസിന്റെ മുമ്പാകെ ഹാജരായി മൊഴി കൊടുത്തിട്ടില്ല പോലും. ഞാൻ പറഞ്ഞതല്ല, ബെയിൽ ഓർഡറിൽ പറഞ്ഞ കാര്യമാണ്. ഒരു കാര്യവും കൂടി ഉണ്ടേ. 3:15 തൊട്ട് പിറ്റേ ദിവസം വെളുപ്പിന് വരെ ആശുപത്രി കിടന്ന നമ്മുടെ മന്ത്രി വീണ ജോർജിന്റെ വൂണ്ട് സർട്ടിഫിക്കറ്റ് പോലീസിന്റെ കൈവശം ഇല്ല. അല്ല, വൂണ്ട് സർട്ടിഫിക്കറ്റ് ആശുപത്രിയിൽ രേഖപ്പെടുത്തി കാണില്ല. അതുകൊണ്ടായിരിക്കാം പോലീസ് അത് കോടതി കൊടുക്കാതിരുന്നത്. എന്നാലും കോടതി അത് ബെയിൽ ഓർഡറിൽ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. കോടതി തന്നെ കോടതിയുടെ ഒബ്സർവേഷൻ എഴുതി തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒന്ന് കേട്ടു നോക്കണേ. ഗോയിങ് ബൈ ദ CD ഫയൽ, വൺ ക്യാൻ സീ ദാറ്റ് ദർ ആർ സെവറൽ ഡൗട്ട്ഫുൾ സർക്കംസ്റ്റാൻസസ്. ഒരു ബെയിൽ ഓർഡറിൽ ഒരു ജഡ്ജി ഇങ്ങനെ എഴുതേണ്ടി വരുന്നത് എത്ര കഷ്ടമാണ്. ഇതിലെ സാഹചര്യങ്ങൾ ഡൗട്ട്ഫുൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബെയിൽ ഓർഡറിലെ കോടതിയുടെ ഒബ്സർവേഷൻ തുടങ്ങുന്നത് പോലും. ഈ പ്രതികൾ എന്ന് പറയുന്ന 5 പേരെ സംഭവം നടന്ന ആ സമയം പോലീസ് കസ്റ്റഡിയിലെടുത്തതാണ്. ഈ സമയത്ത് വെപ്പണും ഇല്ല, ആയുധവും ഇല്ല, ഒന്നുമില്ല. അവിടെ നിന്ന് പോലീസുകാർ തന്നെ പിന്നീട് മൊഴി കൊടുത്തു ഇവരുടെ കയ്യിൽ കറുത്ത തുണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അതെല്ലാം ഈ ബെയിൽ ഓർഡറിലുണ്ട്. ഈ കറുത്ത തുണി എന്നു മുതലാണ് മാരകായുധമായത് എന്ന് അന്ന് പറഞ്ഞതാണ്. ഇന്ന് ഞാനത് വീണ്ടും ചോദിക്കുന്നു. ഇന്നു മുതൽ കറുത്ത തുണി ഒരു മാരകായുധമായി പരിഗണിക്കുന്നതാണ്. ഈ കേസിലെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാരും മറ്റ് ഇൻഡിപെൻഡന്റ് സാക്ഷികളുടെയൊക്കെ മൊഴിയിൽ ഒരു മാരകായുധവും ഉണ്ടായിരുന്നതായി ആരും തന്നെ മൊഴി കൊടുത്തിട്ടില്ല. സാധാരണ കേസിൽ പോലീസ് കൃത്യമായി മാരകായുധങ്ങൾ സ്ഥലത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ച് ഇവരെ കസ്റ്റഡിയിൽ കിട്ടുന്ന സമയത്ത് അവിടെ പോയി എടുപ്പിക്കാറൊക്കെ ഉണ്ട്. സംഭവ സ്ഥലം കഷ്ടകാലത്തിന് റെയിൽവേ സ്റ്റേഷന്റെ അകത്ത് CCTVയുടെ സർവൈലൻസിന്റെ കീഴിലായി പോയി. പോലീസുകാർക്ക് കൊണ്ടുപോയി റിക്കവറിക്ക് ആവശ്യമായ മാരകായുധങ്ങളൊന്നും കൊണ്ടുപോയി വെക്കാതെ പോയത് ഈ 5 ചെറുപ്പക്കാരുടെ ഭാഗ്യമെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ വിശദമായി പറഞ്ഞിട്ടാണ് കോടതി പ്രതികൾക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞ ഒരു തെളിവുമില്ല. 26-ാം തീയതി മുതൽ ഇന്ന് 12-ാം തീയതി വരെ ഈ 5 ചെറുപ്പക്കാരെ ജയിലിൽ പിടിച്ചിട്ടതിന്, നാടകം കളിച്ചതിന് കേരള സമൂഹത്തിനോട് എന്ത് മറുപടിയാണ് മന്ത്രി വീണ ജോർജിന് പറയാനുള്ളത്? വീണ്ടും ആവർത്തിച്ച് പറയും, ഇത് ഒരു നാടകം മാത്രമായിരുന്നു. ഈ ബെയിൽ ഓർഡർ മാത്രം മതി അതിനുള്ള തെളിവായിട്ട്.